ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നോർമൽ ചീസ് കേക്ക് അല്ല, വൈറ്റ് ചോക്ലേറ്റും കൂടെ വരുന്ന ചീസ് കേക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം എനിക്ക് ഈ ഒരു ചീസ് കേക്ക് ഒരു ഓർഡർ കേക്കായിരുന്നു. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ മോൾഡ്, ചീസ് കേക്കിൻ്റെ മോൾഡ്, അത് ചീസ് കേക്കിന് മാത്രമായിട്ട് സെപ്പറേറ്റ് മോൾഡ് കിട്ടും. അപ്പോൾ അത് നമ്മളൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്തിട്ടാണ് ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബേസിൽ വെക്കുന്ന ബട്ടർ പേപ്പറിൽ 2 സൈഡിലായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പറുണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ലാസ്റ്റ് ഈ ചീസ് കേക്ക് ഈ മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ 2 പേപ്പർ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ റെഡിയാക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ലോട്ടസ് ബിസ്കോഫാണ്. ഇവിടെ നമുക്ക് ആവശ്യം 125 ഗ്രാം ബിസ്ക്കറ്റാണ്. അപ്പം കഴിയുമെങ്കിൽ ഇങ്ങനത്തെ കിച്ചൺ സ്കെയിലുണ്ട് എല്ലാം മെഷർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയിൽ ഇട്ടിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് ക്രഞ്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സിപ്ലോക്ക് ബാഗിനകത്ത് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് അടുത്തത് വേണ്ട ബട്ടറാണ്. ഇവിടെ ഒരു 63 ഗ്രാംസാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഒന്നീ ഒരു മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ച് തന്നെയാണ് ലെവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കുക. എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി ലെയേഴ്സൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഇവിടെ 250 ഗ്രാം ക്രീം ചീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ക്രീം ചീസ് ഫ്രീസറിനടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ ക്രീം ചീസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ക്രീമി ആവുന്നവരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ക്രീം ചീസ് നന്നായിട്ട് ക്രീമി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇവിടെ ഏതാണ്ട് 38 ഗ്രാമാണ് പഞ്ചസാര വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിയിലെല്ലാം ഗ്രാം അളവിലാണ് പറയുന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഒരുവിധം എല്ലാ ബേക്കേഴ്സിൻ്റെ കയ്യിലും കിച്ചൺ സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് മെഷർ ചെയ്ത് എടുക്കാൻ നോക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റാണ്. ഇവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു 15 സെക്കൻഡ്സ് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 15 സെക്കൻഡ്സ് വെച്ചിട്ടെടുക്കുമ്പോൾ നമുക്കിത് മെൽറ്റ് ആവാത്ത പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും മെൽറ്റ് ആയെന്ന്. നമ്മൾ മിക്സ് ചെയ്യാണ്ട് വീണ്ടും ഒരു 15 സെക്കൻഡ്സ് വെക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കരിഞ്ഞു പോകും, കട്ടിയായിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി നമ്മുടെ ക്രീം ചീസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ്. ഇത് ഞാൻ ഇവിടുത്തെ ബേക്കിംഗ് പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 495 ആണ് ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഈ ഒരു ബോട്ടിലിന് 3/4 വേണ്ടി വരും.
നമുക്കിവിടെ 125 ഗ്രാം സ്പ്രെഡാണ് വേണ്ടത്. അതും കൂടി ആ ക്രീം ചീസ് മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഈ മിക്സ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 150 ml വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് നമ്മുടെ ക്രീം ചീസ് മിക്സിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ക്രീം കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നമുക്ക് ഈ ഒരു ക്രീം ചീസ് മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ക്രീം ചീസ് മിക്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്തിട്ട് സെയിം നേരത്തെ പോലെ ഫ്രീസറിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റാണ് സെറ്റ് ആവാനായിട്ട് വെച്ചത്. നമ്മുടെ ചീസ് കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം സെറ്റാവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഡീമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച 2 പീസ് പേപ്പറിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ആ ബേസിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ ഞാനിത് ശരിക്കും ഒരു വീഡിയോയിൽ കണ്ടതാണ്. അത് കാരണം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ചീസ് കേക്ക് കറക്റ്റ് 1 kg ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 1/2 kg ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സിലേക്ക് കറക്റ്റ് 1/2 എടുത്താൽ മതിയോ. ഇതിപ്പോൾ കറക്റ്റ് 1 kg ആണ്. ഡീമോൾഡ് ചെയ്തതിന് ശേഷം ഇതൊരു ബേസിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ്സൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക ഇതുപോലെ. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചീസ് കേക്ക് ബേസിൽ വെച്ചിട്ട് ഒരു ചെറിയ പീസ് ഫോണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പോ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സൈഡ്സിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രെഡ് എടുത്ത് മെൽറ്റ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ട് സൈഡ്സിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1/2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്രെഡും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ റോസറ്റ നോസിലിട്ടിട്ടാണ് ഇതുപോലത്തെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഈ ഒരു ചീസ് കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇനി കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കോപ്പർ കളറിലെ ലസ്റ്റർ ഡസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.